നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അഫ്കോഴ്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തിലേക്കോ, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്കോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്കോ നമുക്ക് പറയാനുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ പറയുന്നതിനെയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫറിങ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യത്തേതെന്ന് പറയുന്നത് സെൻറ്ററാണ്. ഒരാൾ ഒരു കാര്യം പറയാനുണ്ടെങ്കിലാണ് അത് കേൾക്കാൻ മറ്റൊരാളുണ്ടാകും. അപ്പോൾ ആ പറയുന്ന ആളെയാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റിസീവറാണ്. പറയുന്നയാൾ കേൾക്കുമ്പോഴാണ് അത് ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ റൗണ്ടായി മാറുള്ളൂ. ഇപ്പോൾ സെൻറ്റർ ഞാനാണ്, കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളാണ് റിസീവറായി നിങ്ങൾ കേൾക്കുന്നത്. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ.